നല്ല തീ തുപ്പുന്ന പെട്ടി പീസുകൾ, ഫോർച്യൂണർ, ക്രിസ്റ്റകൾ, ഇന്നോവകൾ, ചാകര, ഇതുവരെ RB മോഡൽസിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത വമ്പൻ വെടിക്കെട്ട് കളക്ഷന് ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കണ്ടോട്ടാ. എന്നാൽ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും കാണാൻ പറ്റും. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. എല്ലാ വണ്ടിയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഷമീർ ഭായ് ആണ് എന്റെ കൂടെ ഉള്ളത്. ഷമീർ ഭായ് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇപ്രാവശ്യത്തെ കളക്ഷന്. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള പുതിയ കളക്ഷന് ഈ മഴക്കാലൊക്കെയാണ് അത്രയും പൊട്ടിച്ചിട്ട്. വണ്ടിയുടെ ഒക്കെ റേറ്റ് നിങ്ങൾ വണ്ടി ചോദിക്കുന്ന റേറ്റ് ഒന്നും നിങ്ങൾ നോക്കരുതാ. വന്ന് കണ്ടോളൂ. വണ്ടി നിങ്ങൾ ഓക്കെ ആകണമെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി തന്നു വിടുകയാണ്. അത്രയും കളക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇന്നോവകളൊക്കെ 10-40 എണ്ണം 4 ഡസനൊക്കെ ഇന്നോവകൾ ഉണ്ട്. അത് കണ്ടെയ്നർ. അത് ഇവിടെ വെക്കാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ട് വേറെ വീട്ടിൽ വെച്ചിട്ടാണുള്ളത്. ഇന്നോവകൾ മൊത്തം വീട്ടിലോട്ട് അത്രയും 10-60 ഇന്നോവകൾ നിൽക്കാനുള്ള സ്ഥലത്ത് ഇന്നോവകൾ മാത്രം കയറ്റി. അത്രയും കളക്ഷനാണ് ഇന്നോവകളൊക്കെ. ഫോർച്യൂണറുകളാണെങ്കിൽ 10-15 എണ്ണം, ഈ ക്രിസ്റ്റകളാണെങ്കിൽ 10-20 എണ്ണം. അതിൽ V ഉണ്ട്, Z ഉണ്ട്, G4 ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, എല്ലാ വാഹനങ്ങളും. ഇന്നോവ ആണെങ്കിൽ തന്നെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ റയർ പീസ് വരെ 54,000 കിലോമീറ്റർ ഓടിയ ഇന്നോവകളുണ്ട്. അതെ, അതും 5 ലക്ഷം 2.5 ലക്ഷം മുതലൊക്കെ ഇന്നോവകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും സിംഗിൾ ഓണർ വാഹനമൊക്കെ 2.5 ലക്ഷം രൂപ കൊടുക്കാം. ഇന്നോവ അതും 2000 എല്ലാ വാഹനവും നമുക്ക് ഓഫർ റേറ്റിൽ കൊടുക്കാൻ പറ്റും. വില നിങ്ങൾ നോക്കിയേ വേണ്ട. വണ്ടി നിങ്ങൾ വന്ന് കണ്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക്, കാരണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം മോഡൽ കുറഞ്ഞ വാഹനങ്ങളാണെങ്കിൽ സർവീസ് ഹിസ്റ്ററി ഇല്ലാത്ത വാഹനങ്ങൾ ഉണ്ടാവും. കാരണം 10 വാഹനമൊന്നും പ്രോപ്പർ ആയിട്ട് ചിലപ്പോൾ കമ്പനി പോയി സർവീസ് ചെയ്തിട്ടുണ്ടാവില്ല. മെക്കാനിക്കിനെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാ വാഹനവും നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ്. 2.5 ലക്ഷം രൂപന്റെ വണ്ടിക്ക് ഒന്നും ലോൺ കിട്ടില്ല. അല്ല 10-12 മുകളിലേക്കുള്ള വാഹനങ്ങൾക്കൊക്കെ മാക്സിമം നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. വണ്ടൂർ തന്നെ പ്രോപ്പർ പെരിന്തൽമണ്ണ റൂട്ടിൽ 2 കിലോമീറ്റർ പുളിയക്കോട്. ലോങ് വരുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും സിമ്പിൾ ആണ് തൃശ്ശൂർ ടു ഊട്ടി റോഡാണിത്. ട്രെയിൻ മാർഗം വരുന്ന ആളുകളാണ് ഏറ്റവും സിമ്പിൾ ആണ്. കാരണം തിരുവനന്തപുരത്ത് നിന്നൊക്കെ 200 രൂപക്ക് നമുക്ക് വണ്ടൂർ ഷോപ്പിൽ എത്താൻ പറ്റും. അത്രയും ചീപ്പായിട്ട്. നിലമ്പൂരാണ് ഇതിന്റെ എൻഡ് സ്റ്റേഷൻ. തൊട്ട് മുന്നുള്ള വാണിയമ്പലം സ്റ്റേഷൻ. വാണിയമ്പലം ഒരു 10 രൂപ പോയിന്റിൽ നമുക്ക് 10 പോ. കാരണം ഷൊർണൂരിന് ഇങ്ങനെ വരണല്ലോ. അതെ. ഷൊർണൂര് രാജറാണി കയറി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നേരെ രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാവിലെ എണീക്കാം. അപ്പോ ചങ്കുകളെ, നിങ്ങൾ ഏതെങ്കിലും ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിക്കോ. ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോകാം. അല്ല, വണ്ടി എടുക്കാൻ ഉദ്ദേശമുള്ള ആളുകളാണെങ്കിൽ എന്തായാലും ഒന്ന് വണ്ടി കൊണ്ടുപോകും ഉറപ്പായിട്ടും. അപ്പോ വീഡിയോയിൽ 4 നമ്പർ ഉണ്ട്. ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാൽ, അഥവാ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ഹായ് വിട്ട് കഴിഞ്ഞാൽ അതിനുള്ള റീപ്ലൈ കൊടുക്കുന്നതാണ്. കണ്ടമാനം വിളി വരുന്ന നമ്പറുകളാണ്. അപ്പോ ഒരിക്കൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ വിളിച്ചോടുക്കണം അല്ലെ. ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അവർക്ക് ഫ്രീ ആവുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് അതിനുള്ള റീപ്ലൈ കൊടുക്കാം. ഓക്കെ, അപ്പോ സമയം കളയണ്ട, നമുക്ക് ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നോവയിൽ വൈറ്റ് കളർ അന്വേഷിക്കുന്നവർക്ക് 3 പീസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ടാക്സിക്കാർക്കൊക്കെ അല്ല, വൈറ്റേ പറ്റുള്ളൂ. വൈറ്റ് ഇന്നോവയിൽ ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. എല്ലാ ആളുകൾക്കും കൂടുതലും വൈറ്റ് കളറിനോടാണ് ഭ്രാന്തുള്ളത്. ആദ്യം നമുക്ക് അടിപൊളി ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, എല്ലാത്തിലും ഗ്രില്ല് ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, ഇത് 2 മാസം ചെയ്തില്ല. മറ്റത് സ്റ്റോക്ക് കണ്ടീഷൻ, അത് ടൈപ്പ് പോലെ കൺവേർട്ട് ആക്കിയതല്ല. നമുക്ക് ഇത് ആദ്യം കാണിച്ചു കൊടുക്കും. ഇത് 2013 മോഡല്. 13 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ്, പഞ്ചാബ് രജിസ്ട്രേഷൻ, NOC അടിച്ചിട്ടുള്ള വണ്ടി. അതായത് NOC നമ്മൾ അവിടെ എടുക്കുമ്പോ തന്നെ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞതാണ്, വണ്ടി കഴിഞ്ഞ പോക്കിലല്ല അതിന്റെ മുന്നത്തെ പോക്കില് വണ്ടിക്ക് അഡ്വാൻസ് കൊടുത്ത വണ്ടിയാണ്. എന്നിട്ട് NOC അടിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഡെലിവറി എടുത്ത് പോകുന്നത്. അപ്പൊ NOC റെഡിയിൽ നമുക്ക് കയ്യിൽ സ്റ്റോക്ക് വണ്ടി കാണിച്ചു, നമ്പർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്പർ മാത്രം ഫിറ്റ് ചെയ്താൽ മതി. 2013 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വാഹനം നമുക്ക് നമ്പർ ആക്കിയിട്ട് 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6,60,000 രൂപയാണ് 6.5 ലക്ഷം രൂപ കൊടുക്കാം നമ്പർ ആക്കിയിട്ട്. 13 മോഡലാണ്, G4 ആണ്. വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. വേറെ തട്ടുമുട്ട് ഇടികുത്തൊന്നും ഇല്ല.
അതും നല്ല ക്വാളിറ്റി ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ല, ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഇന്ത്യൻ ഭാഗത്തുള്ള സീറ്റ് ഒക്കെ അടിപൊളി സീറ്റുകാർ ലെതർ സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. തീർച്ചയായിട്ടും വണ്ടി. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു കിറ്റൊക്കെ കയറ്റിയ ഒരു വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു ബ്രോ? 12 മോഡല്, 12 ലാസ്റ്റ് മോഡൽ വണ്ടി. ഒരു സ്വിഫ്റ്റ് കാറിന്റെ പൈസ കൊടുക്കല്ലേ? അതെ അതെ, നമ്പർ ആയിട്ടുള്ള വണ്ടി. ഇത് നമ്മളെ എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാണ്. 2012 മാസം വണ്ടി, 11 മാസം വണ്ടി. KL-27 നമ്പർ ആയി. GR സ്പോർട്ടിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റേറ്റ് ഇന്റർകൂളർ ആട്ടത്, ഇന്റർകൂളർ എഞ്ചിനാണ്. ഇതൊക്കെ ഇന്റർകൂളർ എഞ്ചിനാണ്. റേറ്റ് വന്നുള്ളത് 4,95,000 രൂപ കൊടുക്കണം. 4,95,000 കൊടുക്കല്ലേ? ഓക്കെ, വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ. വണ്ടി മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. പിന്നെ ബോഡി ഷേപ്പ് വലിയ ക്വാളിറ്റി കുറവാണ്, അത്ര തന്നെ. ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ. നല്ല വണ്ടി പോയി എഞ്ചിനും ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ വണ്ടിയിൽ ഒരു 5 രൂപന്റെ പെയിന്റിങ്ങും പോളിഷും ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മിയാമിയായി. മെക്കാനിക് പക്കയാണ്. ബാക്കിയുള്ള പെയിന്റിംഗ് ടച്ച് ചെറിയ പൈസ ആവുമല്ലോ. ഇവിടെ വീണ്ടും ഒരു വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു? ഇത് 2015. ഇത് NOC എടുത്തിട്ടില്ല, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. NOC എടുക്കുന്നതിന് മുന്നേ നമ്മൾ വണ്ടി കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യണം 2 മാസം, 1 മാസത്തിന്റെ മുകളിൽ നമ്പർ ആക്കാൻ NOCക്ക് ആവും. മിനിമം 3 മാസത്തിലേറെ കൂടുതൽ പോകില്ല. അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് 5 ലക്ഷം രൂപക്ക് NOC എടുത്തു കൊടുക്കാം. ഇനി നമ്പർ ആക്കി കൊടുക്കണമെങ്കിൽ 5.5 ലക്ഷം രൂപക്ക് നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. 12 മോഡലാണ്, G4 ആണ്. അതും നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഇന്റീരിയർ ആണ്, സീറ്റുകാരുടെ അതിലൊക്കെ നല്ല പുതിയ. അതെ, 12 ആണ്, G4 ആണ്. പിന്നെ ഇതൊക്കെ വന്ന കണ്ടീഷനിലാണ്. അപ്പൊ കസ്റ്റമർ പറയുന്ന രീതിയിൽ ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് പുതിയ ഒരു വാഹനം ഡെലിവറി എടുക്കുന്നത് പോലെ നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ വന്ന് കാണുന്ന വണ്ടികൾ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ നമുക്ക് ആ ഒരു റേറ്റിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ അവർക്ക് റേറ്റ്, അതായത് അവരെ രീതിയിൽ പണിയെടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ റേറ്റ് കുറച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വർക്ക് ഒക്കെ എടുത്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണെങ്കിലും നിങ്ങൾ വന്ന് വണ്ടി കണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിൽ ചെയ്തു കൊടുക്കാം. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു? ഇതെങ്ങനെ? നല്ല വണ്ടിയല്ലോ. നല്ല വണ്ടിയാ. ഓക്കെ, ഇത് V ആണ്. 14 റേസർ, 13 മോഡല്, സിംഗിൾ ഓണർ ആയിരുന്നു. പഞ്ചാബ് രജിസ്ട്രേഷന് സെക്കൻഡ് ഓണർഷിപ്പ് മാറി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് പോയ വണ്ടിയാണ്. ഇതിനൊരു കംപ്ലൈന്റ് ഉണ്ട്. അതായത് എഞ്ചിൻ വെള്ളം ഇല്ലാതെ കുറച്ച് വണ്ടി ഓടിയിട്ടുണ്ട്. അത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ആ കംപ്ലൈന്റ് ഇപ്പൊ നിലവിലുണ്ട്. പക്ഷെ വണ്ടി ഓടിക്കണീന് കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല. ചെറിയൊരു സൗണ്ട് വേരിയേഷൻ വ്യത്യാസമുണ്ട്. നന്നാക്കി എടുക്കാം. കസ്റ്റമർക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇപ്പൊ വന്ന കണ്ടീഷനിൽ നമ്മളൊന്ന് വീഡിയോ ഇടുകയാണ്. കാരണം കസ്റ്റമർക്ക് വേണമെങ്കിൽ നന്നാക്കി എടുക്കാം. റേറ്റ് കുറവുണ്ട്. നമ്മൾ ആ റേറ്റ് കുറച്ചിട്ട് എടുത്തിരുന്നത്. ഈ വണ്ടിക്ക് ഇവിടെ എവിടെയും ചോദിക്കുക 8 ലക്ഷം 8.5 ലക്ഷം രൂപ. 14 V, അതും സിംഗിൾ ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ് നമ്പർ ആയിട്ടുണ്ട്. KL-10 നമ്പർ ആയിട്ടുള്ള വാഹനം നമുക്ക് 14 മോഡൽ V ഓപ്ഷൻ വണ്ടിക്ക് 6,90 കൊടുക്കാം. 14 V 6,90. അതിന്റെ കേരള നമ്പർ. അത് V ഓപ്ഷൻ. G4 അല്ല, G2 അല്ല, V ഓപ്ഷൻ വണ്ടി 6,90 കൊടുക്കാം. ചെറിയൊരു വ്യത്യാസം, ടെർബോ വിസൽ നോയ്സ് ചെറുതായിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ എമൗണ്ടിന്റെ പണികളാണ്. ഇതൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് മാത്രം എടുത്താൽ മതി. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണല്ലോ നമ്മളെ ക്വാളിറ്റി. 2013 മോഡൽ 14 റേസർ V ഓപ്ഷൻ വണ്ടിയുടെ വില 8.5 ലക്ഷം രൂപന്റെ അടുത്ത് നമ്പറായി വരും. 6,90. എത്ര രൂപന്റെ വ്യത്യാസം? 1 ലക്ഷം റുപ്യന്റെ ഉള്ളില് വ്യത്യാസം മിനിമം ഉണ്ട്. മനസ്സിലാക്കണം. ഓഫറാണ്, നല്ല ഓഫറാണ്. ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ഏത് വർക്ക്ഷോപ്പാരെയും കൊണ്ട് ചെക്ക് ചെയ്തിട്ട് കൺഫേം ആക്കി എടുത്തോളൂ. വണ്ടി നല്ല മെക്കാനിക് ഉണ്ട്, നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലാസിന് ഒരു ക്രാക്ക് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് ഒന്നുമില്ല. തീർച്ചയായിട്ടും. നല്ലൊരു കിതുമത്തിന്റെ ഇന്നോവ കാറാണ്. അതും സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ബ്രോ. ഓക്കെ, സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അല്ല, ഇത് കമ്പനി വരുന്ന സെഡിന്റെ എംബ്ലം വരുന്നത് അല്ലേ? ഓക്കെ, 2016 റേസർ, സിംഗിൾ ഓണർ. 2016 V ആണ് ഓപ്ഷൻ, പിന്നെ ഫുൾ ആണ്. 15 ആണ് മാനുഫാക്ചർ, 16 ഡെലിവറി, 16 റേസർ, സിംഗിൾ ഓണർ. അതും ഒരുപാട് ഫിറ്റിംഗ്സ്. V ഓപ്ഷൻ, ഡയമണ്ട് കട്ട് കമ്പനി വീല്, സെഡിന്റെ സ്റ്റിക്കർ ഒക്കെ കമ്പനി വരുന്ന വാഹനം.
ഈ ഒരു വാഹനം നമ്മുടെ പേരിലോട്ട് NOC എടുത്തിന് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതും 9 ലക്ഷം രൂപ IDയുള്ള ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. റേറ്റ് വന്നുള്ളത് ഓഫർ ആട്ടോ, 890. 890 കൊടുക്കാം. അതും 2016 വണ്ടി. നമ്പർ ആക്കിയിട്ടാണെങ്കിൽ അതിന്റെ ടാക്സ് എമൗണ്ട് കൂടും. ഈ ഒരു വാഹനം ഈ ഒരു പ്രൈസിന് കിട്ടാൻ ഭയങ്കര റയാണ്. കാരണം 16 മോഡൽ V ഓപ്ഷൻ വണ്ടിക്ക് എല്ലാരും ചോദിക്കുന്നത് 11.5, 10.45 ആ റേറ്റിലേക്ക്. ഇത് കുറവുണ്ട്. റേറ്റ് 890 നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ലേഡി ഓണറാണ്, സിംഗിൾ ഓണറാണ്. അതും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രോപ്പർ പോയിട്ടുള്ള വണ്ടി. ഈ വണ്ടികളൊന്നും ടാക്സി വണ്ടികളല്ല, ഒക്കെ പ്രൈവറ്റ് വണ്ടി. എല്ലാ വാഹനങ്ങളും പ്രൈവറ്റ് വെഹിക്കിളാണ്. എല്ലാ വാഹനത്തിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. വണ്ടി ഹിസ്റ്ററി ഒക്കെ കിട്ടണമെങ്കിൽ ഈ വണ്ടി നമ്പർ മാത്രം കൊടുത്താൽ മതി. പേയ്മെന്റ് കൊടുക്കണം ഹിസ്റ്ററിക്ക്. നിങ്ങൾ തന്നെ പേയ്മെന്റ് കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ ഹിസ്റ്ററി കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഹിസ്റ്ററി പറഞ്ഞാല് ഞാൻ എന്നെ 2 സ്ഥലത്ത് ഹിസ്റ്ററി എടുത്ത് പെട്ടിട്ടുണ്ട്. കാരണം വണ്ടിക്ക് അവരെന്നെ ഹിസ്റ്ററി കൊടുക്കുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. തേർഡ് പാർട്ടിന്റെ ലേബലോ സ്റ്റിക്കറോ ഇല്ലാത്ത ഹിസ്റ്ററികൾ പരിഗണിക്കരുത്. കാരണം ഒരുപാട് ആളുകൾ വണ്ടി വിൽക്കുമ്പോൾ എന്റെ അടുത്ത് തന്നെ ഹിസ്റ്ററി ഉണ്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, ക്രോസ് ചെക്ക് ചെയ്യൂല. അപ്പൊ നമ്മൾ ഹിസ്റ്ററി നോക്കുക, ഓല ഹിസ്റ്ററി നോക്കുക. പുറമെ നമ്മളും പൈസ ചെലവുണ്ട് ഇതിനൊക്കെ. 10 ലക്ഷം രൂപ വണ്ടി എടുക്കുമ്പോൾ ഒരു 1000 രൂപ ഹിസ്റ്ററി എടുത്താൽ എന്താ കുഴപ്പമില്ല. 10 ലക്ഷം രൂപ വണ്ടി എടുക്കുമ്പോൾ 1000 അല്ല 2000 രൂപ ഹിസ്റ്ററി എടുക്കാം. 5000 കുഴപ്പമില്ല, എടുത്തിട്ട് പെടണ്ടല്ലോ. അപ്പൊ ഞാൻ ഹിസ്റ്ററി ചിലപ്പോ നോക്കുമ്പോ വ്യത്യാസങ്ങൾ ഉണ്ടാകലുണ്ട്. അതായത് സ്ക്രീൻഷോട്ട് ഹിസ്റ്ററി കിട്ടലുണ്ട്, PDF ഹിസ്റ്ററി കിട്ടലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എവിടുന്ന് എടുക്കുക. അതെ, ഇനി അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് 54,000 ഓടി വണ്ടി ഉണ്ട്. അത് കാണിച്ചു കൊടുക്കുക. പിന്നെ ഇത് റേറ്റ് നമ്മൾ പറഞ്ഞില്ല, നല്ല കിതുമത്തിന്റെ ഒരു പെട്ടി പീസ്, വെറും 54,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു ഇന്നോവ, കുതിരത്തിന്റെ ഇന്നോവ അല്ല. നല്ല ഇത് ഗ്രില്ല് എക്സ്ട്രാ ചെയ്തിട്ടുള്ളത്, മറ്റേ മെനുവിന്റെ. അതായത് ഇതിന്റെ കാർണിവൽ എന്തോ അത് കൊറേ ഇതിലുണ്ട്. 2015 മോഡല്, വെറും 54,000 കിലോമീറ്റർ ഓടിയത്. 24-25 വരെ സർവീസ് പ്രോപ്പർ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു കൊല്ലത്തിന്റെ ഓട്ടം 40 സംതിങ്ങിലാണ് സർവീസ് കഴിഞ്ഞത്. ഇപ്പൊ 54,000 ആയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടി അല്ല. ഇനിയിപ്പോ കിലോമീറ്റർ തിരിച്ചേ മറിച്ചെന്ന് പറയണ്ട, വണ്ടി ഹിസ്റ്ററി എടുത്തോ, വണ്ടി നമ്പർ ഉണ്ട്, അതിൽ നോക്കിയാൽ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഷോറൂം ഇവിടെ അടുത്തുണ്ട്, ബുക്ക് ചെയ്യാ, ഷോറൂം കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. വണ്ടി അടിമുടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അടിമുടി റേറ്റ് 10,20,000 രൂപ കൊടുക്കാം. 54,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഈ ഒരു പ്രൈസിന്റെ താഴെ ആരെങ്കിലും കയ്യിൽ വെക്കാനുണ്ടെങ്കിൽ വെച്ചു. ഈ ഒരു പ്രൈസിന് കിട്ടൂല. ഈ ഒരു പ്രൈസിന്റെ താഴെ 54,000 ജെന്യുവിൻ കിലോമീറ്റർ ഓടിയ വണ്ടി വെക്കാണ്ടെങ്കിൽ വെച്ചോളി, നമ്മൾ കുറച്ച് തരും. അത്രയും പക്ക വണ്ടി. അത് ഡുവൽ എയർ ബാഗ്, അടിപൊളി വീല്, 4 പുത്തൻ ടയർ, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. 2027 മാർച്ച് വരെ പുതിയ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആണ്. അവിടെ നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ഈ വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങളെ പേരിലോട്ട് NOC എടുത്ത് തരാൻ പറ്റും. സർദാർജിന്റെ കയ്യിൽ നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ NOCക്ക് ചെറിയൊരു സമയം വാങ്ങിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിലൊക്കെ നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങളെ പേരിലോട്ട് NOC എടുത്തിട്ട് നമുക്ക് തരാൻ പറ്റും, കൊടുക്കാൻ പറ്റൂല. എവിടെ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഒരു ഇന്നോവ കാർ അല്ല. അതെ, ഇതെങ്ങനെയായിരുന്നു? ഇതും ഒരു റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ്. ഗ്ലാസ് പോലും മാറിയിട്ടില്ല. 2013 രജിസ്റ്റർ, G4 ഓപ്ഷൻ, അടിപൊളി കണ്ടീഷനുള്ള വണ്ടി. അതായത് മെറ്റൽ ബോഡിയിൽ പെയിന്റിങ് വളരെ കുറവാണ്. വളരെ കുറവ് പറഞ്ഞാല് ആ ഒരു ഡോറിന്റെ അടിഭാഗം മാത്രമേ റീപെയിന്റ് ബമ്പറിലല്ല, ബമ്പർ നമ്മൾ ശ്രദ്ധിക്കലില്ല. അതെ, ഈ മെറ്റൽ ബോഡി, അതായത് ഇരുമ്പ് ബോഡിയിൽ റീപെയിന്റ് കയറാത്ത വാഹനങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു വാഹനത്തിന്റെ റേറ്റ് 5,75,000 രൂപ കൊടുക്കാം. 13 രജിസ്റ്റർ വരുന്ന വണ്ടി 5,75,000 രൂപ കൊടുക്കാം. അതും ഒരു റീപ്ലേസും ഇല്ല. നിങ്ങളെ പേരിൽ നമ്പർ NOCക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്പർ ആക്കാനും പറ്റും. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 1 മാസം 2 മാസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നോവ അധികം നമ്മുടെ പേരിലോട്ട് NOC എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കണൊക്കെ നമ്പർ നിങ്ങൾക്ക് സെലക്റ്റീവ് ആണ്, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ ശരിയാക്കി കൊടുക്കും, ടെൻഷനേ വേണ്ട. എല്ലാ വണ്ടികളുടെ NOC വണ്ടി പറ്റുമോ നോക്കാം. അതെ, വണ്ടി പറ്റുമോ നോക്കി, റേറ്റ് ഓക്കെ ആണോ, കൊണ്ടുപോകാം. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കും. അതെ അതെ, ഓക്കെ. ഇത് എവിടുത്തെ വണ്ടി? ഇത് ചൊവ്വീത്തെ വണ്ടി അല്ല, ഇത് ഭൂമിത്തെ വണ്ടി തന്നെയാണ്. എവിടുത്തെ വണ്ടി? ഇത് ഛത്തീസ്ഗഡ്. 2000
13 റേസർ, ഓക്കെ 12 മോഡല്, 13 റേസർ നമ്മളെ പേരിലോട്ട് NOC അടിച്ചിട്ടുണ്ട്. അപ്പൊ NOC ഒക്കെ സിമ്പിൾ ആയിട്ട് അടുത്ത വണ്ടി കൊണ്ടുപോകുമ്പോ തന്നെ വണ്ടി കാണിച്ച് കൊണ്ടുപോയാൽ നമ്പർ കിട്ടും. 2013 റേസർ വരുന്ന 12 മോഡല്, അതും വീലിന്റെ അലോവീല് കാര്യങ്ങളും നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വന്ന കണ്ടീഷനിലാണ്. ഒന്ന് ജസ്റ്റ് വാട്ടർ സർവീസ് ചെയ്ത് കയറ്റിയിട്ടതാണ്. ടച്ച് ആൻഡ് പോളിഷും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ടച്ചപ്പും ചെയ്യാൻ ഈ ഒരു വണ്ടിയിലില്ല. CH വണ്ടി നമുക്ക് ഇന്റർകൂളർ ആട്ടോ. 5,90,000 രൂപ. 5,90,000 ടാക്സിക്കാർക്ക് പറ്റൂല. സിൽവർ വൈറ്റ് കളറൊക്കെ ടാക്സിക്കാർ കൂടുതൽ യൂസ് ചെയ്യും. മൈലേജ് ഇന്റർകൂളർ ആകുമ്പോൾ മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇന്റീരിയറും എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. CH രജിസ്ട്രേഷൻ ആണ്. ചൊവ്വീത്തെ വണ്ടിയല്ല, ഭൂമിത്തെ വണ്ടി. 5,90,000 കൊടുക്കാം. ഇവിടെ സെയിം കളർ. ഇത് 2013 തന്നെ. 13 വണ്ടി ഇത് നമ്പർ ആയിട്ടുണ്ട്. 2013 മോഡൽ. ഒന്ന് പോളിഷ് ചെയ്യാണ്ട് കേട്ടോ. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്ലാസ് റീപ്ലേസ് ആണ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. 2013 മോഡൽ നമ്പർ ആയിട്ടുള്ള വണ്ടി 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6.5 ലക്ഷം രൂപ കൊടുക്കാം. അത് നമുക്ക് മാക്സിമം ഒരു 6 ലക്ഷം രൂപയുടെ അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 75,000 1 ലക്ഷത്തിന്റെ അകത്ത് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മേജർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. അത് ഇഷ്ടമുള്ള വണ്ടിയാണ്. കൂളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിയാമിയാണ്. ഏത് വാഹനം നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട്, ഒന്ന് റാമ്പുമൊക്കെ കയറ്റി ചെക്ക് ചെയ്തിട്ട് എല്ലാ വാഹനവും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടെൻഷനും കുറവാണ്. പിന്നെ ഇന്നോവ നിങ്ങളെ കംപ്ലൈന്റ് കൊണ്ട് ഉണ്ടാകുന്ന എഞ്ചിൻ പ്രോബ്ലം അല്ലാതെ ഈ വണ്ടി കിലോമീറ്റർ ഓടിയതിനുള്ള ഒരു കംപ്ലൈന്റും വരാനില്ല. നമ്മൾ ഓയിൽ നല്ല രീതിയിൽ കൊണ്ടുനടക്കണം. ഓയിൽ ഇല്ലാതെ ഓടിയ വെള്ളം കുറവായിട്ട് ഓടിയൊക്കെ ചെയ്യുമ്പോ മാത്രമേ ഇന്നോവക്ക് കംപ്ലൈന്റ് വരുള്ളൂ. ചോറും ചായ കറക്റ്റ് കൊടുത്തെങ്കിലേ നേരെ ഉണ്ടാവുള്ളൂ. അതെ. വീണ്ടും ഒരു കിടുക്കാച്ചി ഇന്നോവ കാർ. ഇതെങ്ങനെയായിരുന്നു? 2012 മോഡല്, 12 ലാസ്റ്റ് മോഡൽ, നവംബർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇപ്പൊ നമ്പർ ആക്കിയിട്ടുണ്ട് ഇവിടെ. വി ഓപ്ഷൻ ആണ്. 6,75,000 രൂപ നമുക്ക് കൊടുക്കാം. 6,75,000. 12 മോഡൽ. വണ്ടി വേറെ തട്ടുമുട്ടൊന്നുമില്ല. ഒരു മേജർ ആയിട്ടുള്ള ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഇത് കേരള വണ്ടിയാ? ഇത് നമ്പർ ആയിട്ടുള്ള വണ്ടി. ഇത് CH വണ്ടിയായിരുന്നു. നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ഇനി ലോൺ ചെയ്യേണ്ട ആളുകൾക്ക് വേണമെങ്കിൽ വരിക, പേപ്പർ കൊടുക്കുക, ലോൺ ചെയ്യുക. ലോൺ ചെയ്യാൻ പറ്റൂല. ഏകദേശം ഒരു 1 lakh ഇന്നോവകൾക്കൊക്കെ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും മിനിമം. പിന്നെ കസ്റ്റമറുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. ചെറിയ മാറ്റങ്ങൾ. ചിലപ്പോൾ 50 രൂപക്ക് കിട്ടും, ചിലപ്പോൾ 75,000 രൂപ കിട്ടുള്ളൂ, ചിലപ്പോൾ 1.5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അത് ഡിപ്പെൻഡ് ഹിസ്റ്ററിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. വണ്ടി ഈ ബോഡി ആണെങ്കിലും എഞ്ചിൻ സൈഡ് ആണെങ്കിലും ഒക്കെ മിയ ക്വാളിറ്റിയാണ്. എല്ലാ ഭാഗവും ഏത് ഭാഗം നമുക്ക് ചെക്ക് ചെയ്താൽ കഴിഞ്ഞാൽ വണ്ടി ഒരിക്കലും ഡിഫാൾട്ടുകൾ ഇല്ലാത്ത വണ്ടികളാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിന് 7 സീറ്റ് വണ്ടി, പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. അതും റീപെയിന്റ് പോലും കയറി. റിനോൾട്ടിന്റെ ട്രൈബർ വെറും 30,000 കിലോമീറ്റർ ഓട്ടം. 19-11 മാസം വരുന്ന സിംഗിൾ ഓണർ. ഏറ്റവും ടോപ്പ് വേരിയന്റ് RXT എന്നുള്ള ഓപ്ഷൻ. അതും ലെതർ സീറ്റ് കവർ, ഒരുപാട് ഫിറ്റിംഗ്സ്. വേറെ ഒരു പെയിന്റ് ടച്ചപ്പ് പോലും വണ്ടി കയറിയില്ല. 19-11 മാസം വരുന്ന ഈ ഒരു ഓപ്ഷൻ വണ്ടിക്ക് നമുക്ക് ഇന്ന് റേറ്റ് 5,20,000 5,30,000 മാർക്കറ്റിലുള്ളത് നമുക്ക് 4,89,000 രൂപ കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് ഒരു 50 ഉറുപ്പിക മുടക്കിൽ 7 സീറ്റർ വാഹനം, അതും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഒരു 50 ഉറുപ്പിക കുറച്ച് നമുക്ക് തരും. ഒരു ഫാമിലിക്ക് ഒരു 5-6 ആൾക്ക് നല്ല സുന്ദരമായിട്ട് പോകാൻ പറ്റും. ഈ വാഹനം വാങ്ങുന്ന ആളുകൾ വിളിച്ചിട്ട് വരണം. കാരണം കസ്റ്റമറെ വീട്ടിലായിരിക്കും വണ്ടി ഉള്ളത്. 5 കിലോമീറ്റർ അപ്പുറത്താണ് ഷോറൂം. അവർ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ വിളിച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമർ വീട്ടിൽ പോയിട്ട് കാണാം. വിളിച്ചിട്ട് മാത്രമേ ഈ വാഹനത്തിന് വരാൻ പറ്റുള്ളൂ. ഷോറൂം പീസാണ്. അതെ. ഇവിടെ 2 പീസ് എർട്ടിഗ ഉണ്ടല്ലോ. അതെ. ഇതെങ്ങനെയായിരുന്നു? ഇത് കാണിച്ചു കൊടുക്കും. ഇതെങ്ങനെ? 12-13 ZD വണ്ടിയല്ലേ? 13 4 ലക്ഷം രൂപ കൊടുക്കാം. 4 രൂപ കൊടുക്കുക. ഡീസൽ വണ്ടിയാണ്. ഇതാ ഇവിടെ ഇതെങ്ങനെയായിരുന്നു?
ഇത് 16 മോഡൽ ZD വരുന്നതാണ്. ഇതും 16 മോഡൽ ZD വരുന്നതാണ്. ഓട്ടം കാര്യങ്ങളൊക്കെ പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. 2016 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. ഈ ഒരു വാഹനം നമുക്ക് 6,70,000 രൂപ കൊടുക്കാം. 6,70,000 കൊടുക്കാം. അതും എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ZD വരുന്ന വാഹനമാണ്. സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന 6688 നമ്പറും നല്ല നമ്പറും ZD പ്ലസ്. വീണ്ടും ഒരു എർട്ടിഗ. ഇത് ഡീസൽ ZD പ്ലസ്, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS, ലെതർ സീറ്റ്, സിംഗിൾ ഓണർ. ഓഫർ റേറ്റ് 7,4 റേറ്റ് പറഞ്ഞേക്കുന്ന വാഹനമാണ്. 6,45 ലക്ഷം രൂപ കൊടുക്കും. 6,45 ലക്ഷം രൂപ കൊടുക്കും. വണ്ടി നല്ല ക്വാളിറ്റി അല്ലേ? ഫുൾ ലോൺ, ₹1 വേണ്ട, ഫുൾ ലോൺ. സിംഗിൾ ഓണർ, ഒരു റീപ്ലേസും ഇല്ല. ഫുൾ സർവീസ് ഷോറൂമിൽ നിന്ന് ഫുൾ ഹിസ്റ്ററിയുടെ PDF, പുത്തൻ ബാറ്ററി, കണ്ണും കൂടി അത്രയും കണ്ണ് ചിമ്മാണ്ട് എങ്ങനെ എടുക്കാം. ഓക്കെ, ഇതാ ഇവിടെ ഹിദുമത്തിന്റെ ഒരു കുത്തൻ മിനാറ്, ഒരു 8-10 ആൾക്കൊക്കെ ഇരുന്നിട്ട് പോവാൻ പറ്റിയ ഒരു മഹീന്ദ്രന്റെ മറാസോ. ഈ വണ്ടിയില്ലേ, നമ്മള് ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോ കുറെ വണ്ടി ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷം കുറെ ആൾക്കാർ എന്നെ വിളിച്ചോണ്ടായിരുന്നു മറാസോ ഉണ്ടോന്ന് വെച്ച്. ഞാൻ നിങ്ങളെ നമ്പറാ കൊടുത്തത്. ഇതിപ്പോ കുറെ ആയില്ലേ വരാത്ത? അതെ, പുതിയ കളക്ഷനിൽ വന്നതാണ്. 2018 മോഡല്, സിംഗിൾ ഓണർ, A to Z കമ്പനി സർവീസ്. ഒരു റീപ്ലേസ് പോലും ഇല്ല. ഗ്ലാസ്, ഡോറ്, ഡിക്കി ഗ്ലാസ്, ഡോർ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഓഫർ റേറ്റ് 7,25,000 രൂപ. 8 ലക്ഷം 8.5 ലക്ഷം രൂപക്കൊക്കെ വിൽക്കുന്ന വണ്ടിയാണ്. 7,25,000 രൂപക്ക് സ്പെഷ്യൽ ഒട്ടിച്ചിട്ട് മഴക്കാലമായിട്ട് ഇനി വണ്ടി ഇല്ലാതെ ആരും പോകണ്ട. ഈ ടാക്സിക്കാർക്കൊക്കെ നല്ല ഉപകാരപ്പെടും. ഒരുപാട് ടാക്സിക്കാര് ക്ലിക്ക് ആയത് ഈ വാഹനം കൊണ്ടാണ്. കാരണം ഈ വാഹനത്തിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് M8 എന്നുള്ള വേരിയന്റാ. ഇത് അന്ന് ഷോറൂമിൽ നടക്കുമ്പോ 18 ലക്ഷം രൂപ വില വന്നിട്ടുള്ള വാഹനം. നിങ്ങൾ ഇത് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്പർ ആക്കിയ വണ്ടികള് കൊടുക്കുന്ന വില 6,45 ലക്ഷം രൂപ. നമ്പർ ആക്കിയത് കേരള വണ്ടി അല്ല, ഇത് ഒറിജിനൽ കേരള വണ്ടി ഈ വില കൊടുക്കുന്നത്. മാക്സിമം ലോൺ ഒരു 80% ലോൺ കിട്ടും. ആവശ്യക്കാർ വിളിച്ചോട്ടെ. അതെ, ഇത് എങ്ങനെ? ഇത് 2.8 Z ഓട്ടോമാറ്റിക്, ഇത് രണ്ടും Z ഓട്ടോമാറ്റിക്. നമ്മുടെ കയ്യിൽ നിലവിൽ 5 വണ്ടിയുണ്ട്. 5 വണ്ടി 2.8 ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്. ഇതിപ്പോ 2017 സിംഗിൾ ഓണർ, A to Z കമ്പനി സർവീസ്. മേജർ ആയിട്ടുള്ള ടോട്ടൽ ലോസ്, ഫ്ലഡ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആയിട്ടുള്ള ഇതൊന്നും UP 14 നീലത്തെ RT ഓഫീസ് ആണ്. സിംഗിൾ ഓണർ, ഒരേ ഓണർ. അത് ചിലപ്പോ ഒരു 15 ദിവസത്തിനുള്ളിൽ നമ്മൾ NOC നമ്മുടെ പേർക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേരിലോട്ട് വേണമെങ്കിൽ ഒരു 15 ദിവസത്തിനുള്ളിൽ അവരുടെ പേരിലോട്ട് NOC വരികയാണെങ്കിൽ Z ഓട്ടോമാറ്റിക് 14 കൊടുക്കാം. 14.5 ലക്ഷം രൂപക്ക് കൊടുക്കണേ. കർണാടക, അതുപോലെ തന്നെ തമിഴ്നാട്, ഏത് RT ഓഫീസ് എവിടെയും നമ്പറാക്കി കൊടുക്കുക. അത് NOC എടുത്തു കൊടുക്കുക. NOC റേറ്റ് പറഞ്ഞ 14.5. അവര് RT ഓഫീസിലോട്ട് NOC നമ്മൾ എടുത്തു കൊടുക്കും. തമിഴ്നാട്ടിലേക്ക് NOC എടുത്തു കൊടുക്കും. കർണാടക ഏത് RT NOC ചെയ്തു കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2018-19 റേഷ്യർ Z ഓട്ടോമാറ്റിക്. 19 രജിസ്റ്റേർഡ് അല്ല? 18 മോഡല് 19 റേഷ്യർ Z ഓട്ടോമാറ്റിക് 15.45 രൂപ. 15.45. വണ്ടി സിംഗിൾ ഓണർ. 19 2ാം മാസ രജിസ്ട്രേഷന്. വേറെ ഒരു അപാകതകളും മേജർ ആയിട്ടുള്ള വണ്ടിയില്ല. A to Z ഹിസ്റ്ററി ഉണ്ട്. A to Z ഹിസ്റ്ററി ഇവിടെയുള്ള എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി ഉണ്ടാവും. ഇതൊക്കെ പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. വണ്ടിയുടെ നമ്പർ അടിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. 2.8 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ ആണ്. ലോണ് വേണ്ടവർക്ക് ഫുള്ള് ലോൺ കിട്ടും. പക്ഷെ നമ്പർ ആയതിനു ശേഷമേ കിട്ടുള്ളൂ. NOC എടുത്താൽ ലോൺ അപ്രൂവൽ ആക്കാൻ പറ്റും. ഒരു പകുതി എമൗണ്ട് NOC എടുത്താൽ തന്നെ നമുക്ക് റിലീസ് ആവും. ബാക്കി പകുതി തന്നാലേ അവർ പേരിലോട്ട് NOC എടുക്കുള്ളൂ. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? എത്ര വില പറഞ്ഞു? 15.45. 2.4 ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്കലി 2.4 മൈലേജ് കുറച്ചുകൂടി കൂടും. പവർ കുറച്ച് കുറയും, മൈലേജ് കൂടുതൽ കിട്ടും. ഹാർഡ് ബ്ലൂ ആണ്. അതും 1.5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ്, എക്സ്ട്രാ ഫിറ്റിംഗ്സ്. ടൈപ്പ് 2 കമ്പനി വരുന്ന വാഹനമാണ്. ഇന്റീരിയർ Z-ന്റെ ടൈപ്പ് ഫുള്ള് Z-ലോട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ഹെഡ്ലൈറ്റ് വരെ Z-ലോട്ട് കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ്, ലെതർ സീറ്റ് കവർ കാര്യങ്ങൾ അത് മുതൽ അങ്ങനെ ഡാഷ് 1.5 ലക്ഷം രൂപ ഫിറ്റ് ഉണ്ടാവില്ല.
1.25 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ് നമ്മളെ കാഴ്ചയിലുണ്ട്. ചെയ്ത് നോക്കും, ഫസ്റ്റ് ചെയ്യുമ്പോൾ അതിലേറെ ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മളിപ്പോ ഒരു ഇതൊക്കെ ഈ ഹെഡ്ലൈറ്റ് ഒക്കെ കമ്പനി ഫിറ്റഡാണ്. റേറ്റ് 21 ലാസ്റ്റ് മോഡല് G+ ഓട്ടോമാറ്റിക് ഡയമണ്ട് കട്ട് വീല്. അതും നമുക്ക് ഡയമണ്ട് കട്ട് വീലിന്റെ കൂടെ ഫുൾ ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൈഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ്. 16,60 വണ്ടി കൊടുക്കാൻ പറ്റും. 21 വണ്ടി ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർ. പമ്പർ പോലും റീപ്ലേസ് ഇല്ല. പമ്പർ പോലും റീപ്ലേസ് ഇല്ലാത്ത പക്ക വണ്ടി. ഇത് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 16,60. പകുതി പൈസ കാരണം ഈ ഒരു വാഹനമൊക്കെ നമ്മൾ ഇന്ന് കേരളത്തിലുള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 23 ലക്ഷം രൂപന്റെ അടുത്ത് വില വന്നിട്ടുള്ള. ഇനി ടാക്സ് 2 ലക്ഷം രൂപ അടച്ചാലും അവർക്ക് എത്ര റേറ്റ്? 18 ലക്ഷം രൂപന്റെ അടുത്ത് വില. ഓട്ടോമാറ്റിക് നിന്നു. ഓട്ടോമാറ്റിക് കമ്പനി 22 കൂടെ ഓട്ടോമാറ്റിക് നിർത്തി. ഇത് 21 ലാസ്റ്റ് വണ്ടിയാണ്. ഇതായിരിക്കും മാക്സിമം അവസാന ഘട്ടത്തിലുള്ള വണ്ടി. അതെ. അതും മൈലേജ് സാധാരണ 2.8-നേക്കാളും മൈലേജ് കൂടിയ ടൈപ്പ് എഞ്ചിനാണ്. മൈലേജ് കൂടുതൽ കിട്ടും.